മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ തൈരുണ്ട്, പിന്നെ 4 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇത്ര ഒരു ഇഞ്ചി, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 കറിവേപ്പിലയുണ്ട്. ഇത് 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചില്ലേ, അപ്പോൾ തേങ്ങ അരയ്ക്കാതെ നമുക്ക് ഇങ്ങനെ ടേസ്റ്റോടുകൂടി നമുക്ക് മോരുകറി ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ തൈരൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന്. അപ്പോൾ ഇത് തൈര് ഞാനിവിടെ ഒന്ന് മിക്സറിൽ ജാറിലിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കരിവേപ്പിലയും ഞാൻ ഒരു തണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് കൃഷി ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കിടാം, അല്ലെങ്കിൽ അത് നമുക്ക് മാറ്റാവുന്നതാണ്, എന്തെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് അടിച്ചു വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിക്കണം. വലിയൊരു പാത്രം വേണം, വലിയൊരു ശർവം വേണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ജാറ് നല്ലതൊന്ന് കഴുകി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ 1/2 ലിറ്റർ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ചെയ്യണം, ലംസൊന്നും പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി ഒരു 1/4 ലിറ്റർ വെള്ളം കൂടെ, ഒരു 250 ml വെള്ളം കൂടെ ഒഴിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഇത് ചതച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇല്ലേ, ഇതും കൂടെ എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഗ്യാസിലോട്ട് വെക്കാം. ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതെല്ലാം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഇത് നമുക്കിനി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് എടുക്കും കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ അത് കുറുകി വരുന്നിടം വരെ നമുക്ക് വെക്കണം. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തിളയ്ക്കുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ചെറുതായിട്ട് ഇട്ടിരുന്നാൽ മതി. അതിപ്പോൾ അത് ഇതിൻ്റെ വേകാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലമാവ് ചേർത്തിട്ടുണ്ട്, അതൊന്ന് വേകാൻ വേണ്ടി 20 മിനിറ്റ് എടുക്കും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ജോലി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസിലുണ്ട് നമുക്ക് വെക്കാം. ഇവിടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി ചെയ്യാനുള്ളത്, ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നെയ്യാകുമ്പോൾ ഒന്നൊരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിതിനെ ഇത് കടുക് വറുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കൊരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉലുവ ഗ്യാസ് നമുക്കിപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ളത് കരിവേപ്പില ഇടാം. പിന്നെ കായപ്പൊടി ഇടണം. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ ഇടേണ്ടത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇവിടെ കുറച്ച് കസ്തൂരി മേത്തി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. അതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിടാം. ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടാനുള്ളത് നമുക്ക് മല്ലിയില ഇട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ഈ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് ഇനി ഒന്ന് മാറ്റാം.
അടിപൊളിയായിട്ടുള്ള ഇത് മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് തിളയ്ക്കുന്ന കുറച്ച് സമയം വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു 20 മിനിറ്റ്സ്. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.